Hello all, welcome to this Academy. NTPC Undergraduate 2026 എക്സാമിന്റെ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് ഔട്ട് ആയിട്ടുണ്ട്. സോ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാം ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NTPC എക്സാമിന് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന് എന്തുമാത്രം വെയിറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു 1 to 1.5 ഇയേഴ്സിലെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, first question. The Wave Summit 2025 organized by the Indian government was related to which sector? So 2025 Government of India organized ചെയ്തൊരു സബ്മിറ്റ് ആണ് Wave Summit 2025. ഇത് ഏത് സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, ഓപ്ഷൻ ബി media and entertainment, option C water and sanitation, and option D women entrepreneurship. So the correct answer is option B, media and entertainment. So media and entertainment sector nu vendite government of India organize ചെയ്ത summit ആണ് Wave Summit 2025. ഇനി waves ന്റെ expansion എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ world audio visual and entertainment. So World Audio Visual and Entertainment Summit. ഇതാണ് ഈ ഒരു വേവ് സബ്മിറ്റിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. World Audio Visual and Entertainment Summit. ഇതാണ് വേവ്സിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. So World Audio Visual and Entertainment Summit 2025. ആൻഡ് ഇത് ഓർഗനൈസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഏത് മിനിസ്ട്രിയാണ് ഈ സബ്മിറ്റ് ഓർഗനൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. സോ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഈ ഒരു സബ്മിറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഈ ഒരു സബ്മിറ്റ് എന്ത് ചെയ്തത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സബ്മിറ്റ് എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it was organized in the Geo World Convention Center Mumbai. So Geo World Convention Center Mumbai. So മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു സബ്മിറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദി ജിയോ വേൾഡ് കൺവെൻഷൻ സെന്റർ മുംബൈ. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു സബ്മിറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സബ്മിറ്റ് 2025 അല്ലെങ്കിൽ വേവ് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was appointed as the head coach of the Indian senior men's football team by AIFF, All India Football Federation, in August 2025? So last year Augustil നമ്മുടെ ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിന്, ഇന്ത്യൻ മാൻ സീനിയർ ഫുട്ബോൾ ടീമിന് പുതിയൊരു ഹെഡ് കോച്ചിനെ അപ്പോയിന്റ് ചെയ്തു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. അപ്പോൾ ആരെയാണ് ഇന്ത്യൻ സീനിയർ മെൻസ് ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇഗോർ സ്റ്റിമാച്ച്, ഓപ്ഷൻ ബി Manolo Marcus, option C Khalid Jamil, and option D Stephen Constantine. So ഇവരിൽ ആരെയാണ് ഇന്ത്യൻ സീനിയർ മെൻസ് ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഖാലിദ് ജമീൽ. സോ ഖാലിദ് ജമീലിനെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ എന്ത് ചെയ്തത്, ഇന്ത്യൻ സീനിയർ മെൻസ് ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. ആൻഡ് ഏതാണ്ട് 13 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിന്റെ എന്ത് ചെയ്യുന്നത്, കോച്ചാവുന്നത്. സോ ഇന്ത്യൻ മെൻസ് സീനിയർ ഫുട്ബോൾ ടീമിന്റെ കോച്ചായിട്ട് ഒരു ഇന്ത്യൻ വരുന്നത് ഇറ്റ് ഈസ് ആഫ്റ്റർ 13 ഇയേഴ്സ്. ഇനി മനോലോ മാർക്കസ്, അതായത് ഖാലിദ് ജമീലിന് മുന്നേ മനോലോ മാർക്കസ് ആയിരുന്നു എന്ത്, പ്രീവിയസ് ഹെഡ് കോച്ച്. അപ്പോ ഖാലിദ് ജമീൽ വരുന്നതിന് മുന്നേ പ്രീവിയസ് കോച്ച് എന്ന് പറയുന്നത് മനോലോ മാർക്കസ് ആയിരുന്നു. സോ മനോലോ മാർക്കസ് AIFF ആയിട്ട് ഒരു മ്യൂച്വൽ എഗ്രിമെന്റിൽ ആ ഒരു പൊസിഷൻ വെക്കേറ്റ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഖാലിദ് ജമീൽ ഇന്ത്യയുടെ ഹെഡ് കോച്ച്, സീനിയർ മെൻസ് ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഇനി മാനോലോ മാർക്കസിന് മുന്നേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ച് ആയിരുന്നു ഇഗോർ സ്റ്റിമാച്ച്. ആൻഡ് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനും പണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഫുട്ബോൾ സീനിയർ ടീമിന്റെ കോച്ചായിട്ട് ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇത്തവണത്തെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഒരു ഫസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്.
നെക്സ്റ്റ് ഇയറിൽ സീരിയസ് ആയിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അടുത്ത ഇയറിലേക്ക് വരാൻ പോകുന്ന എല്ലാ റെയിൽവേ എക്സാമിനും നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ ആഗ്രഹിക്കുന്നു, ബട്ട് എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ ടൈമും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് RRBയുടെ പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ റെയിൽവേ എക്സാംസിനും വേണ്ടിയിട്ടും, അതായത് 10th ക്വാളിഫിക്കേഷൻ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള റെയിൽവേയുടെ എല്ലാ എക്സാമും നിങ്ങളെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിംഗിൾ കോഴ്സ് ആണ്. ആൻഡ് ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അറൌണ്ട് 1 വീക്ക് മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. ക്ലാസ്സസ് എല്ലാം ഇനിഷ്യൽ ഫേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് 4500 rupees മാത്രമാണ് ഈ ഒരു കോഴ്സിന് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നത്. ഇനി ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിലോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. ഇനി നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണണം, അതായത് നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണാനായിട്ട് സാധിക്കും. സോ ഡെമോ ക്ലാസ് കണ്ട് ക്ലാസ്സസ് നിങ്ങൾക്ക് ഓക്കെയാണ്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ റെയിൽവേ എക്സാം അല്ല, ഇനി വരാൻ പോകുന്ന SSCയുടെ എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ SSC എക്സാംസും നിങ്ങൾക്ക് എഴുതണമെന്നുണ്ട്. ആൻഡ് എല്ലാത്തിനും കൂടി ഒരു സിംഗിൾ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട്. അതാണ് SSCയുടെ പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രീമിയം ബാച്ചിനകത്ത് SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ 10th ലെവൽ ക്വാളിഫിക്കേഷൻ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ എക്സാംസിനും എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സും വളരെ അഫോർഡബിൾ ആയ റേറ്റിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് 4999 rupees മാത്രമാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. SSCയുടെ എക്സാംസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. ആൻഡ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണണമെന്നുണ്ടെങ്കിൽ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. Okay, the next question. The new Pamban Bridge, India's first vertical lift railway sea bridge, was inaugurated in April 2025. It connects Rameshwaram to which place? അതായത് പുതിയ പാമ്പൻ പാലം, the new Pamban Bridge, അതെന്ത് ചെയ്തിരുന്നു ലാസ്റ്റ് ഏപ്രിൽ 2025 ഏപ്രിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തായിരുന്നു. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ പാമ്പൻ ബ്രിഡ്ജ് രാമേശ്വരത്തിനെയും ഏത് പ്ലേസിനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കന്യാകുമാരി, ഓപ്ഷൻ ബി മണ്ഡപം, ഓപ്ഷൻ സി ടൂട്ടിക്കോറിൻ ആൻഡ് ഓപ്ഷൻ ഡി ധനുഷ്കോടി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മണ്ഡപം. സോ കന്യാകുമാരിയും മണ്ഡപത്തിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ആണത് ഈ ഒരു ന്യൂ പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ രാമേശ്വരം എന്ന് പറയുമ്പോൾ പാമ്പൻ ഐലൻഡിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസ് ആണ് രാമേശ്വരം എന്ന് പറയുന്നത്. സോ രാമേശ്വരം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി പാമ്പൻ ഐലൻഡ്. പാമ്പൻ ഐലൻഡിലാണ് രാമേശ്വരം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മുടെ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലായിട്ടുള്ള ആ ഒരു വാട്ടർ ബോഡിയിലാണ് എന്തുള്ളത് പാമ്പൻ ഐലൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാമ്പൻ ഐലൻഡിനെയും അതായത് രാമേശ്വരം പാമ്പൻ ഐലൻഡിലുള്ള രാമേശ്വരത്തിനെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു മണ്ഡപം എന്ന് പറയുന്നത്. സോ തമിഴ്നാട് മെയിൻലാൻഡിലുള്ള ഒരു പ്ലേസ് ആണ് മണ്ഡപം എന്ന് പറയുന്നത്. സോ തമിഴ്നാട് മെയിൻലാൻഡിലുള്ള മണ്ഡപത്തിനെയും അതുപോലെ പാമ്പൻ ഐലൻഡിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന രാമേശ്വരത്തിനെയും കണക്ട് ചെയ്യുന്ന റെയിൽവേ ബ്രിഡ്ജ് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ആണത് ഈ ഒരു ന്യൂ പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഓൾഡ് പാമ്പൻ ബ്രിഡ്ജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, പഴയ പാമ്പൻ പാലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പഴയ പാമ്പൻ പാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ദി ഫസ്റ്റ് സീ ബ്രിഡ്ജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ് ആയിരുന്നു ഈ ഒരു ഓൾഡ് പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ ഓൾഡ് പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദി ഫസ്റ്റ് സീ ബ്രിഡ്ജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ സീ ബ്രിഡ്ജ് ആയിരുന്നു ഓൾഡ് പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 1911 എന്ത് ചെയ്യുന്നത് ഇതിന്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നത്. ആൻഡ് 1914 എന്ത് ചെയ്തു ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാഫിക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഓപ്പൺ ചെയ്ത് കൊടുത്തു. ദെൻ അതിനുശേഷം 1964 സുനാമി വന്നപ്പോഴും ഈ ഒരു പാമ്പൻ ബ്രിഡ്ജ് എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് നാശനഷ്ടമൊന്നും വരാതെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇതാണ് നമ്മുടെ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് എന്ന് വിചാരിക്കുക. സോ ഇതാണ് നമ്മുടെ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് എന്ന് വിചാരിക്കുക.
അപ്പോൾ ഈ ഒരു ന്യൂ പാമ്പൻ ബ്രിഡ്ജിന്റെ ഇടയിലായിട്ട് നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. സോ ന്യൂ പാമ്പൻ ബ്രിഡ്ജിന്റെ സെൻട്രലായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ഷിപ്പുകൾ വരുമ്പോൾ ഈ ഷിപ്പുകൾക്ക് സ്മൂത്ത് ആയിട്ട് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു മിഡിൽ പോർഷൻ റൈസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ താഴെ ഒരു ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പിൽ കൂടി എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് ഈ ഒരു ഷിപ്പുകൾക്ക് പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഷിപ്പുകൾ പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളപ്പോൾ വലിയ വലിയ ഷിപ്പുകൾ വരുമ്പോൾ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ആ ഷിപ്പുകൾ ഈസി ആയിട്ട് പാസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബ്രിഡ്ജിനെ നമുക്ക് അല്ലെങ്കിൽ ഈ ബ്രിഡ്ജിന്റെ ഒരു പോർഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി പഴയ പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അത് വെർട്ടിക്കൽ ലിഫ്റ്റ് അല്ലായിരുന്നു, അത് റോളിംഗ് ബ്രിഡ്ജ് ആയിരുന്നു. അതായത് പഴയ പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്രിഡ്ജ് ആയിരുന്നു. അപ്പോൾ ഷിപ്പുകൾ വരുമ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മുകളിലേക്ക് എന്ത് ചെയ്യും, അതായത് രണ്ട് ഭാഗം ഇങ്ങനെ ഇരിക്കുന്ന ബ്രിഡ്ജ്, ഇതായിരുന്നു ഓൾഡ് പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിപ്പുകൾ വരുമ്പോൾ ഷിപ്പുകൾക്ക് പാസ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെയായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ റോളിംഗ് ബ്രിഡ്ജ് ആയിരുന്നു പഴയ പാമ്പൻ ബ്രിഡ്ജ്. പക്ഷേ ഇപ്പോഴത്തെ പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ആണ്. അതായത് ഷിപ്പുകൾ പാസ് ചെയ്യുമ്പോൾ ഒരു മിഡിൽ പോർഷൻ, സപ്പോസ് ഇതാണ് മിഡിൽ പോർഷൻ എന്നുണ്ടെങ്കിൽ ഇത് വെർട്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആരാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ഈ ഒരു ഓൾഡ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് എന്ത് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിലുള്ള ഒരു നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. സോ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിലുള്ള ഒരു നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഈ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരാണ് എന്ത് ചെയ്തത്, ന്യൂ പാമ്പൻ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who succeeded Nitish Kumar as Chief Minister of Bihar in April 2026? So April 2026 ചീഫ് മിനിസ്റ്റർ അതായത് ബീഹാറിന്റെ CM പോസ്റ്റ് എന്ത് ചെയ്തു, നിതീഷ് കുമാർ റിസൈൻ ചെയ്തു. ആൻഡ് നിതീഷ് കുമാറിന് ശേഷം ബീഹാറിന്റെ ന്യൂ CM ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സുശീൽ കുമാർ മോദി, ഓപ്ഷൻ ബി തേജസ്വി യാദവ്, ഓപ്ഷൻ സി സാമ്രാട്ട് ചൗധരി ആൻഡ് ഓപ്ഷൻ ഡി ജിതിൻ റാം മാഞ്ചി. ഇവരിൽ ആരാണ് നിതീഷ് കുമാറിന് ശേഷം ബീഹാറിന്റെ CM ആയിട്ട് പൊസിഷൻ ഏറ്റത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സാമ്രാട്ട് ചൗധരി. സോ സാമ്രാട്ട് ചൗധരി ആണ് ന്യൂ ബീഹാർ CM. സോ ദി ന്യൂ CM ഓഫ് ബീഹാർ ഈസ് സാമ്രാട്ട് ചൗധരി. ഹി ഈസ് എ ന്യൂ ബീഹാർ CM. അപ്പോൾ നിതീഷ് കുമാർ സോ ലാസ്റ്റ് ഇയറിലാണ് എന്ത് ചെയ്തത്, നിതീഷ് കുമാർ ബീഹാറിന്റെ CM ആയിട്ട് 10ാമത്തെ തവണ എന്ത് ചെയ്തത്, ഓത്തെടുത്തത്. സോ ലാസ്റ്റ് ഇയറിലാണ് നിതീഷ് കുമാർ ബീഹാർ CM ആയിട്ട് എന്ത് ചെയ്തത്, 10ാമത്തെ തവണ സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. ആൻഡ് അതിനുശേഷം ഇപ്പൊ നിതീഷ് കുമാർ അതായത് റീസെന്റ് ആയിട്ട് നിതീഷ് കുമാർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ CM പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തു. ആൻഡ് അദ്ദേഹം രാജ്യസഭ ഇലക്ഷൻസിനകത്തേക്ക് എന്ത് ചെയ്തു, കണ്ടസ്റ്റ് ചെയ്തു. അപ്പൊ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ CM പോസ്റ്റും MLA സ്ഥാനവും റിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമ്രാട്ട് ചൗധരി എന്ത് ചെയ്യുന്നത്, പുതിയ ബീഹാർ CM ആയിട്ട് വരുന്നത്. ഇനി നിതീഷ് കുമാറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാർ ആണെന്ന് ഈസ് എ ലോങ്സ്റ്റ് സെർവിംഗ് CM ഓഫ് ബീഹാർ. ബീഹാറിന്റെ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്തിട്ടുള്ള CM എന്ന് പറയുന്നത് ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ. ബീഹാറിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. ഈസ് എ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ ടൈം ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് നിതീഷ് കുമാർ. അതുപോലെ തന്നെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ തവണ അധികാരമേറ്റതും അല്ലെങ്കിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റതും നിതീഷ് കുമാറാണ്. സോ 10 തവണയാണ് നിതീഷ് കുമാർ എന്ത് ചെയ്തിട്ടുള്ളത്, ബീഹാറിന്റെ CM ആയിട്ട് അധികാരമേറ്റിട്ടുള്ളത്. ആൻഡ് ഏറ്റവും കൂടുതൽ ടൈം ബീഹാറിന്റെ CM ആയിട്ടിരുന്നത് നിതീഷ് കുമാറാണ്. സോ 20 years 20 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ബീഹാറിന്റെ CM ആയിട്ട് നിതീഷ് കുമാർ സെർവ് ചെയ്തിട്ടുണ്ട്. സോ ഹി സെർവ്ഡ് ആസ് ദി CM ഓഫ് ബീഹാർ ഫോർ 20 years. 20 വർഷം ബീഹാറിന്റെ CM ആയിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ് നിതീഷ് കുമാർ. ഇനി സാമ്രാട്ട് ചൗധരിയിലേക്ക് വരുമ്പോൾ സാമ്രാട്ട് ചൗധരിയാണ് ബീഹാറിന്റെ CM ആവുന്ന ഫസ്റ്റ് BJP ലീഡർ. സോ ബീഹാറിന്റെ CM ആവുന്ന ആദ്യത്തെ BJP ലീഡർ ആണ് സാമ്രാട്ട് ചൗധരി. ഹി ഈസ് ദ ഫസ്റ്റ് BJP ലീഡർ ടു ബിക്കം ദി CM ഓഫ് ബീഹാർ. സോ ബീഹാറിന്റെ CM ആവുന്ന ആദ്യത്തെ BJP ലീഡർ ആണ് സാമ്രാട്ട് ചൗധരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who was appointed as the new governor of the Reserve Bank of India in December 2024, taking charge from Shaktikanta Das.
അതായത് RBIയുടെ പുതിയ ഗവർണറായിട്ട് ഡിസംബർ 2024 RBIയുടെ പുതിയ ഗവർണറായിട്ട് അധികാരമേറ്റത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സക്സീഡിംഗ് ശക്തികാന്ത ദാസ്. ഓപ്ഷൻ എ രഘുറാം രാജൻ, ഓപ്ഷൻ ബി സഞ്ജയ് മൽഹോത്ര, ഓപ്ഷൻ സി ടി രവിശങ്കർ ആൻഡ് ഓപ്ഷൻ ഡി മൈക്കൽ പത്ര. So the correct answer is option B, Sanjay Malhotra. So Sanjay Malhotra ആണ് RBIയുടെ പുതിയ ഗവർണർ. So current governor of RBIയുടെ current governor എന്ന് പറയുന്നത് it is Sanjay Malhotra. സഞ്ജയ് മൽഹോത്ര ശക്തികാന്ത ദാസിനെയാണ് എന്ത് ചെയ്തത്, സക്സീഡ് ചെയ്തത്. ആൻഡ് സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ 26th ഗവർണർ. സോ ഹി ഈസ് എ 26th RBI ഗവർണർ. RBIയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. ആൻഡ് ശക്തികാന്ത ദാസ് വാസ് ദി 25th ഗവർണർ ഓഫ് RBI. സോ RBIയുടെ 25ാമത്തെ ഗവർണർ. സോ RBIയുടെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. 26ാമത്തെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇനി ഇപ്പോൾ RBI ഗവർണറിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് അപ്പോയിന്റഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, RBI ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് RBI ഗവർണറിനെ ഇനിഷ്യലി അപ്പോയിന്റ് ചെയ്യുന്നത് 3 വർഷത്തേക്കാണ്. സോ ഇനിഷ്യലി RBIയുടെ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ എ പീരീഡ് ഓഫ് 3 years. സോ ഇനിഷ്യൽ പീരീഡിലേക്ക്, അതായത് ഇനിഷ്യലി 3 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, RBI ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടേം എന്ത് ചെയ്യാൻ സാധിക്കും, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ്. അതായത് ഗവൺമെന്റ് വേണമെന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റ് വേണമെന്നുണ്ടെങ്കിൽ RBI ഗവർണറിന്റെ ടെന്യൂർ എന്ത് ചെയ്യാൻ സാധിക്കും, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇനിഷ്യലി 3 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, RBI ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ലേറ്റർ. അതായത് റീ അപ്പോയിന്റ്മെന്റ് എന്താണ് പോസിബിൾ ആണ് ഇൻ ദ കേസ് ഓഫ് RBI ഗവർണർ. ഇനി RBI ഗവർണേഴ്സിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് RBI ഗവർണർ. സോ RBIയുടെ ആദ്യത്തെ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് RBI ഗവർണർ, RBIയുടെ ആദ്യത്തെ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു RBIയുടെ ആദ്യത്തെ ഗവർണർ. സോ ദ ഫസ്റ്റ് ഗവർണർ ഓഫ് RBI വാസ് സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യത്തെ ഗവർണർ. ഇനി RBIയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ദ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI, RBIയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് CD ദേശ്മുഖ്. സോ CD ദേശ്മുഖ് ആയിരുന്നു RBIയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ. ബട്ട് RBIയുടെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. അതായത് 1935 RBI ഓപ്പറേഷനൈസ് ആവുന്ന സമയത്ത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ഗവർണറായിട്ട് വരുന്നത്. പിന്നീട് വരുന്ന ആദ്യത്തെ ഇന്ത്യൻ ഗവർണറാണ് CD ദേശ്മുഖ്. സോ തിരിഞ്ഞു പോകരുത്, RBIയുടെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ആൻഡ് ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് CD ദേശ്മുഖ്. Next question. India won the WSF Squash World Cup 2025. Where was the tournament held? So India എന്ത് ചെയ്തിട്ടുണ്ട്, 2025 സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൂർണമെന്റ് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഈജിപ്റ്റ്, ഓപ്ഷൻ ബി മലേഷ്യ, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. സോ 2025 സ്ക്വാഷ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത് ഇന്ത്യയാണ്. സോ ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2025 സ്ക്വാഷ് വേൾഡ് കപ്പ് നടന്നത്. ആൻഡ് ഇന്ത്യയിൽ ഏത് സിറ്റിയിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ചെന്നൈ. സോ ഇന്ത്യയിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 2025 സ്ക്വാഷ് വേൾഡ് കപ്പ് നടക്കുന്നത്. ആൻഡ് ഈ 2025 സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത് ഇന്ത്യയാണ്. സോ ഇന്ത്യയാണ് ഈ 2025 സ്ക്വാഷ് വേൾഡ് കപ്പിന്റെ വിന്നർ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ടൈറ്റിലാണ്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത്. ഇനി ആരായിരുന്നു റണ്ണേഴ്സ് അപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹു വാസ് എ റണ്ണർ അപ്പ്, ഈ ഒരു വേൾഡ് കപ്പിന്റെ റണ്ണർ അപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഹോങ്കോങ്. സോ ഹോങ്കോങ് ആയിരുന്നു ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പിന്റെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത്. സോ റണ്ണർ അപ്പ് ഓഫ് ദി സ്ക്വാഷ് വേൾഡ് കപ്പ് വാസ് ഹോങ്കോങ്. ഇനി ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്ന ആദ്യത്തെ ഏഷ്യൻ കൺട്രി ഏതാണ്, ഇന്ത്യയാണ്. സോ ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു വിൻ ദി സ്ക്വാഷ് വേൾഡ് കപ്പ്. സോ ദ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്ന ആദ്യത്തെ ഏഷ്യൻ കൺട്രി. സോ ഇന്ത്യയുടെ ആദ്യത്തെ ടൈറ്റിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്ന ആദ്യത്തെ ഏഷ്യൻ കൺട്രിയും ഇന്ത്യയാണ്. ഇനി ഇന്ത്യയെ കൂടാതെ 3 കൺട്രീസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുള്ളൂ. അതായത് ഇന്ത്യയെ കൂടാതെ വെറും 3 കൺട്രീസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് കൺട്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റ്, ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ. സോ ഈജിപ്റ്റ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അതുകൂടാതെ ഇന്ത്യ. സോ ടോട്ടൽ 4 കൺട്രീസ് മാത്രമാണ് ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്തത്. ഈജിപ്റ്റ്,
ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ആൻഡ് ഏറ്റവും റീസെന്റ് ആയിട്ട് ഇന്ത്യ. ഇപ്പൊ 4 കൺട്രീസ് മാത്രമേ ഈ സ്ക്വാഷ് വേൾഡ് കപ്പ് എന്ത് ചെയ്തിട്ടുള്ളൂ, വിൻ ചെയ്തിട്ടുള്ളൂ. ഈജിപ്റ്റ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ. ഇതില് ഈജിപ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ തവണ എന്ത് ചെയ്തിട്ടുള്ളത്, ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ളത്. സോ 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഈജിപ്റ്റ് ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ ലീഡ് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് അഭയ് സിംഗ്. സോ അഭയ് സിംഗ് ആയിരുന്നു ഈ ഒരു സ്ക്വാഷ് വേൾഡ് കപ്പ് വിൻ ചെയ്ത ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. സോ അഭയ് സിംഗ് വാസ് ദി ക്യാപ്റ്റൻ. അതുകൂടാതെ ഇതിനകത്ത് ജോഷ്ന ചിന്നപ്പ പോലെയുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് ക്യാപ്റ്റൻ വാസ് അഭയ് സിംഗ്. സോ ഈ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അഭയ് സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which city hosted the Milan 2026 naval exercise, a multilateral maritime exercise involving 50+ countries? അപ്പോൾ മിലൻ 2026 എന്ന് പറയുന്നത് ഒരു നേവൽ എക്സസൈസ് ആണ് ആൻഡ് ഇതൊരു മൾട്ടിലാറ്ററൽ മാരിടൈം എക്സസൈസ് ആണ്. അതായത് പല കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു നേവൽ എക്സസൈസ് ആണ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ പാർട്ടിസിപ്പേഷൻ ഓഫ് മോർ ദാൻ 50 കൺട്രീസ്. അപ്പോൾ ഇത് ഏത് സിറ്റിയാണ് ഹോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി വിശാഖപട്ടണം ആൻഡ് ഓപ്ഷൻ ഡി കൊച്ചി. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വിശാഖപട്ടണം. സോ വിശാഖപട്ടണത്തിൽ വെച്ചിട്ടാണ് മിലൻ 2026 എക്സസൈസ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. സോ ദ എക്സസൈസ് മിലൻ വാസ് കണ്ടക്റ്റഡ് ഇൻ വിശാഖപട്ടണം. ആൻഡ് ഈ ഒരു മിലൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സസൈസിന്റെ 13th എഡിഷൻ ആണ്. സോ 2026 നടന്നത് ഈ ഒരു മിലൻ എക്സസൈസിന്റെ 13th എഡിഷൻ ആണ്. സോ 13ാമത്തെ എഡിഷൻ. സോ 2026 നടന്നത് ഈ ഒരു എക്സസൈസിന്റെ 13ാമത്തെ എഡിഷൻ ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ബൈനിയൽ മൾട്ടിലാറ്ററൽ മാരിടൈം എക്സസൈസ് ആണ്. സോ ഇതൊരു ബൈനിയൽ എക്സസൈസ് ആണ്. അതായത് 2 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതൊരു ബൈനിയൽ എക്സസൈസ് ആണ്, വിച്ച് മീൻസ് 2 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഹോസ്റ്റഡ് ബൈ ഇന്ത്യൻ നേവി. സോ ഇന്ത്യൻ നേവി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇന്ത്യൻ നേവി കണ്ടക്ട് ചെയ്യുന്ന മൾട്ടിലാറ്ററൽ മാരിടൈം എക്സസൈസ് ആണ് ഈ ഒരു മിലൻ എന്ന് പറയുന്നത്. ആൻഡ് 2026 വന്നത് അതിന്റെ 13th എഡിഷൻ ആണ്. വിശാഖപട്ടണത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി 1995 എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇത് സ്റ്റാർട്ട് ഇൻ 1995. ആൻഡ് ഇത്തവണത്തെ 2026 മിലൻ എക്സസൈസിൽ 70-ലധികം കൺട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ മോർ ദാൻ 70 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി 2026 എക്സസൈസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു മിലൻ 2026 ഒരു മിലൻ 2026 ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടൊരു മിലൻ വില്ലേജും എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മിലൻ എക്സസൈസിന്റെ ഭാഗമായിട്ട് ഈ ഒരു നേവി ഓഫീസേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാനും അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു മിലൻ വില്ലേജും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, The National Voters Day is celebrated on which date? ഏത് ദിവസമാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജനുവരി 15, ഓപ്ഷൻ ബി ജനുവരി 25, ഓപ്ഷൻ സി ഫെബ്രുവരി 12 ആൻഡ് ഓപ്ഷൻ ഡി മാർച്ച് 7. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ജനുവരി 25. സോ ജനുവരി 25 ആണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ റീസൺ, അതായത് എന്തുകൊണ്ട് ജനുവരി 25 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25th January 1950. So 25th January 1950 എന്ത് ചെയ്തത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ ECA, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ was established on 25th January 1950. സോ 25th January 1950 എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത് കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനുവരി 25 എന്ത് ചെയ്യുന്നത്, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് 2026, സോ 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്താണ്, 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ഇന്ത്യ മൈ വോട്ട്. ഇതായിരുന്നു 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്. സോ മൈ ഇന്ത്യ മൈ വോട്ട്, ഇതായിരുന്നു 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് മൈ ഇന്ത്യ മൈ വോട്ട്. ഓക്കെ, ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 324 പ്രകാരം, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 324 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ.
ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത് പാർലമെന്റ് ഇലക്ഷൻസ്, അതായത് ലോക്സഭ ഇലക്ഷൻസ്, അതുപോലെ തന്നെ രാജ്യസഭ ഇലക്ഷൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻസ്, then president election, vice president election, ഇത്രയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത് ലോക്സഭ ഇലക്ഷൻസ്, രാജ്യസഭ ഇലക്ഷൻസ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന നിയമസഭ ഇലക്ഷൻസ്, അതുപോലെ പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, ഇത്രയും ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിലവിൽ എന്താണ് ഒരു 3 മെമ്പർ ബോഡിയാണ്. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്ന ഒരു 3 മെമ്പർ ബോഡിയാണത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ 3 അംഗങ്ങളുള്ള ഒരു ബോഡിയാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ട്, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. ഇനി ഇവരെ 3 പേരെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും അതുപോലെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are appointed by the president. So president ആണ് എന്ത് ചെയ്യുന്നത് ഈ 3 പേര് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ബട്ട് ആരെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പ്രസിഡന്റിനോട് പറയുന്നത് ഒരു 3 മെമ്പർ കമ്മിറ്റിയാണ്. ഒരു 3 മെമ്പർ സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഈ ഒരു 3 മെമ്പർ സെലക്ഷൻ കമ്മിറ്റിയാണ് ആരെ അപ്പോയിന്റ് ചെയ്യണം എന്ന് എന്ത് ചെയ്യുന്നത് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 മെമ്പർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ, സോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ, അപ്പോൾ ലോക്സഭയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഈ ഒരു കമ്മിറ്റിയുടെ മെമ്പറാണ്. അതുപോലെ തന്നെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, ഏതെങ്കിലും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, സോ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. സോ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, അതായത് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും കൂടി എന്തായിരിക്കും ഈ ഒരു കമ്മിറ്റിയുടെ പാർട്ടായിരിക്കും. അപ്പൊ ഇവര് 3 പേരും കൂടെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ആരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നത് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which country became the newest member of NATO in 2024, taking NATO's total membership to 32? അതായത് നാറ്റോയിലേക്ക് 2024 പുതിയൊരു മെമ്പർ വന്നു. അങ്ങനെ നാറ്റോയുടെ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 32 ആയിട്ട് മാറി. സോ വന്നിട്ടുള്ള അതായത് 32 മെമ്പർ ആയിട്ട് വന്നത് ഇവയിൽ ഏത് കൺട്രിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്വീഡൻ, ഓപ്ഷൻ ബി ഫിൻലാൻഡ്, ഓപ്ഷൻ സി ഉക്രൈൻ ആൻഡ് ഓപ്ഷൻ ഡി ജോർജിയ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ സ്വീഡൻ. സോ സ്വീഡൻ ആണ് എന്ത് ചെയ്യുന്നത് നാറ്റോയുടെ 32nd മെമ്പർ ആയിട്ട് 2024 വന്നത്. സോ നാറ്റോ became the 32nd Sweden became the 32nd member of NATO in 2024. So 2024 സ്വീഡൻ ആണ് എന്ത് ചെയ്യുന്നത് നാറ്റോയുടെ 32ാമത്തെ മെമ്പർ ആയിട്ട് വരുന്നത്. ഇനി അതിനു മുന്നേ തൊട്ട് മുന്നത്തെ വർഷം ഫിൻലാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട് നാറ്റോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആസ് 31st മെമ്പർ. സോ നാറ്റോയുടെ 31ാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിൻലാൻഡ്. സോ ഫിൻലാൻഡ് ജോയിൻ ചെയ്യുന്നത് 2023 സോ 2023 31ാമത്തെ മെമ്പർ ആയിട്ട് ഫിൻലാൻഡ് വന്നു. ആൻഡ് 2024 32ാമത്തെ മെമ്പർ ആയിട്ട് എന്ത് ചെയ്തു സ്വീഡൻ വന്നു. ഇനി എന്താണ് ഈ നാറ്റോ? ഇനി ബാക്കി ഓപ്ഷനുകൾ നോക്കാം. യുക്രൈൻ നാറ്റോയിലെ മെമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സോ യുക്രൈൻ നാറ്റോയിൽ മെമ്പർഷിപ്പ് എടുക്കും എന്നുള്ള സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് റഷ്യ യുക്രൈൻ വാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ യുക്രൈൻ നാറ്റോയിലേക്ക് പോകും എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള യുദ്ധമൊക്കെ എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ജോർജിയ നാറ്റോയുടെ മെമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ജോർജിയക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല നാറ്റോയുടെ മെമ്പർ ആയിട്ടില്ല. ഇനി നാറ്റോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. സോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ എന്ന് പറയുന്നത്. സോ നാറ്റോ മീൻസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഈ ഒരു ട്രീറ്റിയെ വാഷിംഗ്ടൺ ട്രീറ്റി എന്ന് എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട്. സോ നാറ്റോ മീൻസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇതിനെ നമ്മൾ വാഷിംഗ്ടൺ ട്രീറ്റി എന്ന് എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ അലയൻസ് ആണ്. സോ ഒരു മിലിറ്ററി അലയൻസും ആണ്, അതുപോലെ തന്നെ എന്താണ് ഒരു പൊളിറ്റിക്കൽ അലയൻസും ആണ്. ഇറ്റ് ഈസ് ബോത്ത് എ മിലിറ്ററി അലയൻസ് ആസ് വെൽ ആസ് എ പൊളിറ്റിക്കൽ അലയൻസ്. അതായത് നോർത്ത് അമേരിക്കൻ കൺട്രീസിന്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിന്റെയും നോർത്ത് അമേരിക്കൻ കൺട്രീസിന്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിന്റെയും നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുള്ള കൺട്രീസിന്റെ ഒരു മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ അലയൻസ് ആണെന്ന് ഈ ഒരു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഇറ്റ് വാസ് ഓൺ 4th April
1949. So 4th April 1949. So 4th April 1949 ആണ് എന്ത് ചെയ്യുന്നത് നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുള്ള കൺട്രീസിന്റെ ഒരു മിലിറ്ററി അലയൻസ് ആണ്, അതുപോലെ തന്നെ എന്താണ് ഒരു പൊളിറ്റിക്കൽ അലയൻസ് ആണ്. ഇനി നാറ്റോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രീറ്റിക്കകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതാണ് ആർട്ടിക്കിൾ 5. സോ ഈ ഒരു ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 5, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വാഷിംഗ്ടൺ ട്രീറ്റിക്കകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 5. ഈ ഒരു ആർട്ടിക്കിൾ പറയുന്ന അനുസരിച്ച് നാറ്റോയിലെ ഏതെങ്കിലും ഒരു മെമ്പറിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നാറ്റോയെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് എന്നുള്ളതാണ് ഇത് ആർട്ടിക്കിൾ 5 പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു മെമ്പറിനെ, നാറ്റോയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പറിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നാറ്റോ അറ്റാക്ക് ചെയ്തതായിട്ട് എന്ത് ചെയ്യും കണക്കാക്കും. ആൻഡ് നാറ്റോയിലുള്ള എല്ലാ കൺട്രീസും എന്ത് ചെയ്യും യുദ്ധത്തിന് വരും. അതാണ് ഈ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. സോ ഒരു മെമ്പറിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നാറ്റോ അറ്റാക്ക് ചെയ്ത പോലെയാണ്, ബാക്കിയുള്ള 31 മെമ്പേഴ്സും എന്ത് ചെയ്യും ഈ ഒരു കൺട്രിക്ക് സപ്പോർട്ടിനായിട്ട് വരും. അതാണ് നാറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തേക്ക് സ്വീഡനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് 2024 32nd മെമ്പർ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിന് മുന്നേ 2023 31st മെമ്പർ ആയിട്ട് എന്തിട്ടുണ്ട് ഫിൻലൻഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The theme of the Republic Day 2025, India's 76th Republic Day was. അതായത് 2025 റിപ്പബ്ലിക് ഡേയുടെ തീം എന്തായിരുന്നു? ഈ റിപ്പബ്ലിക് ഡേ അല്ല, 2025 റിപ്പബ്ലിക് ഡേയുടെ തീം എന്തായിരുന്നു? അതായത് ഇന്ത്യയുടെ 76th റിപ്പബ്ലിക് ഡേയുടെ തീം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വികസിത് ഭാരത്, ഓപ്ഷൻ ബി സ്വർണിം ഭാരത്, വിരാസത് ഓർ വികാസ്, ഓപ്ഷൻ സി ഇന്ത്യസ് പ്രൈഡ്, ഇന്ത്യസ് പ്രോഗ്രസ്, ആൻഡ് ഓപ്ഷൻ ഡി ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി സ്വർണിം ഭാരത്, വിരാസത് ഓർ വികാസ്. ഇതാണ് റിപ്പബ്ലിക് ഡേ 2025 തീം എന്ന് പറയുന്നത്. സോ സ്വർണിം ഭാരത്, വിരാസത് ഓർ വികാസ്, ദിസ് ഈസ് എ തീം ഓഫ് ദ റിപ്പബ്ലിക് ഡേ 2025. സോ റിപ്പബ്ലിക് ഡേ 2025 തീം എന്ന് പറയുന്നത് സ്വർണിം ഭാരത്, വിരാസത് ഓർ വികാസ്. ഇതാണ് 76 റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു 2025 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ഗസ്റ്റിനെയും ചോദിക്കാറുണ്ട്. സോ 2025 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു 76 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത്. ആൻഡ് ഈ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ പേരും എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സോ പ്രബോവോ സുബിയാന്തോ. സോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രബോവോ സുബിയാന്തോ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു 76 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ 2025 റിപ്പബ്ലിക് ഡേയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ 76 റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത് സ്വർണിം ഭാരത്, വിരാസത് ഓർ വികാസ് എന്നുള്ളതാണ്. ആൻഡ് ചീഫ് ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ആ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ പേരാണ് പ്രബോവോ സുബിയാന്തോ. ഇനി നമുക്ക് 2026 റിപ്പബ്ലിക് ഡേയിലേക്ക് വരാം. അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ 2026 റിപ്പബ്ലിക് ഡേ. അപ്പോൾ 2026 റിപ്പബ്ലിക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 2026 റിപ്പബ്ലിക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ തീം ഓഫ് 150 years ഓഫ് വന്ദേ മാതരം. സോ വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നുള്ള തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വന്ദേ മാതരത്തിന്റെ 150 years എന്നുള്ള തീമിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ 2026 റിപ്പബ്ലിക് ഡേ എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബട്ട് ഈ റിപ്പബ്ലിക് ഡേ ബേസ് ചെയ്തിട്ടുള്ള സ്കീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള തീം, അതായത് 150 years ഓഫ് വന്ദേ മാതരം എന്നുള്ളതിന്റെ സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ടാണ് 2026 റിപ്പബ്ലിക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഈ ഒരു 2026 റിപ്പബ്ലിക് ഡേയുടെ ഇന്നർ തീം അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള തീം എന്ന് പറയുന്നത് ഇറ്റ് വാസ് വികസിത് ഭാരത്. സോ വികസിത് ഭാരതിനെ ബേസ് ചെയ്തിട്ടുള്ള തീം ആയിരുന്നു 2026 റിപ്പബ്ലിക് ഡേക്ക് ഉണ്ടായിരുന്നത്. സോ വന്ദേ മാതരത്തിന്റെ 150 years സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വികസിത് ഭാരത് എന്നുള്ളതായിരുന്നു ഈ ഒരു 2026 റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത്. സോ വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക. സോ ഭാരത് ലോക്തന്ത്ര കി മാതൃക ഇതുമായിരുന്നു. സോ ഇത് രണ്ടുമായിരുന്നു ഇന്നർ തീം എന്ന് പറയുന്നത്. ഇപ്പോൾ 150 years ഓഫ് വന്ദേ മാതരം സെലിബ്രേറ്റ് ചെയ്യുക
അല്ലെങ്കിൽ 150 ഇയേഴ്സ് ഓഫ് വന്ദേ ഭാരതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് നടന്നത്. ബട്ട് ഈ ഒരു ഡേ അല്ലെങ്കിൽ ഈ ഡേയുടെ തീം എന്ന് പറയുന്നതും ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക് തന്ത്ര കി മാതൃക, അതായത് ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി. സോ ഇന്ത്യ ദി മദർ ഓഫ് ഡെമോക്രസി, അതുപോലെ തന്നെ വികസിത് ഭാരത്, ഈ രണ്ട് തീമായിരുന്നു എന്ത് മെയിൻ കോർ തീം എന്ന് പറയുന്നത്. സോ വികസിത് ഭാരത് ആൻഡ് ഇന്ത്യ ദ മദർ ഓഫ് ഡെമോക്രസി. അപ്പൊ ഇതായിരുന്നു എന്ത് തീം എന്ന് പറയുന്നത്. ഇനി ആരായിരുന്നു ചീഫ് ഗസ്റ്റ്? അപ്പൊ ആരായിരുന്നു 2026 റിപ്പബ്ലിക് ഡേ 2026 ചീഫ് ഗസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു. യൂറോപ്യൻ യൂണിയൻ എന്നുള്ള രണ്ടുപേരായിരുന്നു 2026 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ചീഫ് ഗസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ വാസ് അർസല വാൻഡർ ലെയൻ. സോ അർസല വാൻഡർ ലെയൻ ഈ ഒരു റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അർസല വാൻഡർ ലെയൻ എന്ന് പറയുന്ന ഷി വാസ് ദ പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കമ്മീഷൻ. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ് അർസല വാൻഡർ ലെയൻ. അപ്പൊ അർസല വാൻഡർ ലെയൻ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന്റെ ചീഫ് ഗസ്റ്റുകളിൽ ഒരാളായിരുന്നു. ആൻഡ് രണ്ടാമത്തെ ആളാണ് അന്റോണിയോ കോസ്റ്റ. അന്റോണിയോ കോസ്റ്റ എന്ന് പറയുന്ന യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് അന്റോണിയോ കോസ്റ്റ. സോ ഇവർ രണ്ടുപേരുമായിരുന്നു 2026 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അർസല വാൻഡർ ലെയൻ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആൻഡ് അതുപോലെ തന്നെ അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ്. ഇവർ രണ്ടുപേരുമായിരുന്നു 2026 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.